ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിത്തിന് ആശ്ചര്യമായിരുന്നു. അമ്മ തന്റെ മുറിയിലേക്ക് വരാറുള്ളതല്ല. അവൻ വൈജയന്തിയുടെ മുഖത്തേക്ക് വിസ്മയത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. നീ ഉറങ്ങിയായിരുന്നോ? അമ്മയുടെ ചോദ്യത്തിന് പതിവില്ലാത്ത സൗമ്യത. ഇല്ല, കിടന്നതേ ഉള്ളൂ, രോഹിത് പറഞ്ഞു. നീ ഇങ്ങോട്ടിരിക്ക്. രോഹിത് കിടക്കയിൽ ഇരുന്നു. വൈജയന്തി തനിക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര നിരക്കി കൊണ്ടുവന്നെങ്കിലും അതിൽ ഇരുന്നില്ല. കസേരയ്ക്ക് പിന്നിൽ പിടിച്ചു നിന്നുകൊണ്ട് അവൾ അവനെ നോക്കി. ഇന്നലെ കുളത്തുപുഴയ്ക്ക് പോയപ്പോൾ അച്ഛൻ നിന്നോട് വല്ലതും പറഞ്ഞു? രോഹിത് അപകടം മണത്തു. അച്ഛൻ എന്നോട് പലതും പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? നല്ലപോലെ പഠിക്കണം, അച്ഛനു ശേഷം കുടുംബം നോക്കേണ്ടതെന്ന് ഞാനാണ്, ബബിതയും കൃഷ്ണമോളെയും പഠിപ്പിച്ച് അവർക്ക് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെ പലതും. എല്ലാ ചുമതലയും നിന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ എങ്ങോട്ടാ പോണത്? സന്യാസത്തിനാണോ? സന്യാസത്തിന് വേറെവിടെയും പോകണ്ടല്ലോ, ഇവിടെ തന്നെ സന്യാസത്തിലാണല്ലോ അച്ഛൻ. അതെന്നെ തോൽപ്പിക്കാൻ ഞാനാണല്ലോ ഏറ്റവും വലിയ ശത്രു. അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും കുറ്റബോധം കാണും. വീട്ടുവേലക്കാരിയോടായിരുന്നല്ലോ കുറെ കാലം ഭരണക്കാരി. അതുമാത്രമല്ലല്ലോ പരിചരണക്കാരി, പ്രൈവറ്റ് സെക്രട്ടറി, എല്ലാം അവള് തന്നെയായിരുന്നല്ലോ. സ്വന്തം മക്കളുടെ കൈകൊണ്ട് ഒരു കപ്പ് ചായ കൊടുത്താൽ പോലും തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങില്ലായിരുന്നു. എല്ലാത്തിനും അവളുടെ കൈ തന്നെ വേണമായിരുന്നു. അങ്ങനെ അങ്ങ് സുഖിച്ച് ഒടുവിൽ എന്നെ വേണ്ടെന്നായി. വൈജയന്തി വൈരാഗ്യത്തോടെ പറഞ്ഞു. അമ്മയെ വേണ്ടെന്നാക്കിയത് അച്ഛനല്ല, അമ്മ തന്നെയാ. അമ്മ ഇന്നേ വരെ അച്ഛനെ അനുസരിച്ചിട്ടുണ്ടോ? ഞാൻ എന്താടാ അനുസരണക്കേട് കാട്ടിയത്? പറ. നിന്റെ അച്ഛൻ നിലത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചാടി മേശപ്പുറത്ത് കയറി നിന്നോ? അതുമാത്രം ചെയ്തിട്ടില്ല. അമ്മയ്ക്കിഷ്ടമില്ലാത്ത എന്ത് കാര്യം അച്ഛൻ പറഞ്ഞാലും ചെയ്താലും അമ്മ മുഖം കറുപ്പിക്കുമായിരുന്നു. അതിൻ്റെ പേരിൽ മുള്ളും മുനയും വെച്ച് എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ അലട്ടുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം അംഗീകരിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് ഇതേ മനോഭാവമായിരുന്നു. ആഹാ, ഞാൻ എൻ്റെ ഇഷ്ടക്കേട് എവിടെയും കാണിക്കും. ഇഷ്ടമില്ലെങ്കിൽ തുറന്നു പറയും. മറ്റുള്ളവരെ സൂപ്പിക്കാൻ വേണ്ടി മനസ്സിലൊന്നും പുറമേ വേറൊന്നും ആ രീതി എനിക്ക് വശമില്ല. അച്ഛനും ഇപ്പം അത് തന്നെയാണ് ചെയ്യുന്നേ. അച്ഛന് അമ്മയെ ഇഷ്ടമല്ല. ഇഷ്ടമില്ലായ്മ മറച്ചു വെച്ച് പുറമേ ചിരിച്ചു കാണിച്ച് അമ്മയെ സുഖിപ്പിക്കാൻ അച്ഛൻ തയ്യാറല്ല. അച്ഛൻ്റെ മനസ്സിലുള്ളത് പുറമേ കാണിക്കുന്നു. അതിലെന്താ തെറ്റ്? അമ്മയും അത് തന്നെയല്ലേ ചെയ്യുന്നേ. എന്നെ എന്തുകൊണ്ട് ഇഷ്ടമല്ലാതായി? 22 കൊല്ലം ഇല്ലാതിരുന്ന ഇഷ്ടക്കേട് എവിടെ നിന്ന് വന്നു? ഇത്രയും കാലം ഞാൻ വേണമായിരുന്നല്ലോ. എൻ്റെ ചോരയും നേരെയും വറ്റിക്കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ടാതായത്. അടുക്കളക്കാരി സുന്ദരിയാണെന്ന് കണ്ടപ്പോൾ മധ്യവയസ്കയായ ഭാര്യയെ വേണ്ട. അതല്ലേടാ സത്യം? അതല്ല സത്യം. അമ്മയെ ഇത്രയും കാലം അച്ഛൻ സ്നേഹിക്കുകയായിരുന്നു. അമ്മയുടെ മുൻകോപവും അമ്മയുടെ തനിഷ്ടങ്ങളും അമ്മ അച്ഛനോട് കാട്ടിയ അവഗണനയും എല്ലാം അച്ഛൻ സഹിച്ചു. എനിക്ക് ഓർമ്മ വെച്ചത് പിന്നെ അമ്മ അച്ഛനോട് ഒരല്പമെങ്കിലും ബഹുമാനത്തോടെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ പറയുന്ന അഭിപ്രായങ്ങൾക്കെല്ലാം അമ്മ എതിരഭിപ്രായമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ വെച്ച കറി നല്ലതാണെന്ന് അച്ഛൻ പറയുമ്പം അല്ല, ഇപ്രാവശ്യവും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അമ്മ തർക്കിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയുടെ താല്പര്യങ്ങൾ അച്ഛൻ്റെ മേൽ അമ്മ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഒരു വടിയും ഓങ്ങിപ്പിടിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സ്കൂൾ ടീച്ചറായിരുന്നു അമ്മ എപ്പോഴും. അമ്മയുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാനുള്ള കുറേ യന്ത്രമാണ് മനുഷ്യർ. അമ്മയ്ക്ക് അങ്ങനെ സഹിച്ച് അച്ഛന് അമ്മയോട് സ്നേഹമില്ലാതായി. ഇപ്പോൾ അമ്മയെ വേണ്ടാതായി. രോഹിത് വിശദീകരിച്ചു. അങ്ങനെ പറഞ്ഞു അച്ഛൻ. ഇനി അമ്മയെ വേണ്ടാന്ന് ഇത്രയും കാലം സഹിക്കുകയായിരുന്നെന്ന് അത് പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾ അമ്മയെ എന്തുമാത്രം സഹിച്ചിട്ടുണ്ട്. അമ്മയുടെ ദേഷ്യം, അമ്മയുടെ കുത്തുവാക്കുകൾ. നിന്നെയൊക്കെ വളർത്തി ഇത്രത്തോളം എത്തിച്ചതിന് ഇത് തന്നെ പറയണം. നീയൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അറിയോ നിനക്ക്? ചൂണ്ടുവിരലിനറ്റം കാണിച്ച് വൈജയന്തി വീറോടും അമർഷത്തോടും കൂടി പറഞ്ഞു. എൻ്റെ മുലപ്പാല് കുടിച്ചാ നീയൊക്കെ വളർന്നത്. മലത്തിലും മൂത്രത്തിലും കിടന്ന് നിലവിളിക്കുമ്പോൾ എടുത്തോണ്ട് പോയി കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി കൊണ്ടു നടക്കാൻ നിന്നെയൊക്കെ അസുഖം വരുമ്പം ഉറക്കമളിച്ചിരുന്ന് ശുശ്രൂഷിക്കാൻ, ആശുപത്രിയിൽ കൂടെ നിൽക്കാൻ, 4 അക്ഷരം പറഞ്ഞു തന്നു പഠിപ്പിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ പോത്തുപോലെ കിടന്നുറങ്ങും. നിനക്കൊക്കെ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോടാ, നന്ദി കെട്ടവനെ. അത് അമ്മയുടെ ഡ്യൂട്ടിയാ. ലോകത്തെ എല്ലാ അമ്മമാരും അങ്ങനെയാ മക്കളെ വളർത്തുന്നത്. മൃഗങ്ങൾ പോലും നക്കി തുടച്ചാണ് സ്വന്തം കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ നോക്കി കണ്ടും വളർത്തിയില്ലെങ്കിൽ മനുഷ്യൻ്റെ കുഞ്ഞായാലും മൃഗത്തിൻ്റെ കുഞ്ഞായാലും അവിടെ കിടന്ന് ചത്തുപോകും. പക്ഷേ സ്വന്തം ഡ്യൂട്ടി ചെയ്യുകയാണെന്നല്ല അമ്മയുടെ വിചാരം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തോ മഹാത്യാഗം ചെയ്യുകയാണെന്നാ. അപ്പോൾ അമ്മ ഇതുവരെ ചെയ്തതൊന്നും യാതൊരു വിലയുമില്ലേ? അല്ലേടാ, ഞാനത് കേൾക്കേണ്ടവളാ. അച്ഛനായിരിക്കും നിന്റെയൊക്കെ മുൻപിൽ മഹാത്യാഗി. പിന്നെ മറ്റവളും. വൈജയന്തി കുപിതയായി. സംശയമെന്താ?
അച്ഛനും അമ്മയുടെ സ്വഭാവത്തിലായിരുന്നെങ്കിൽ പണ്ടേ അടിച്ചു പിരിഞ്ഞേനെ. ഇപ്പം തന്നെ അച്ഛനാണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വഴക്കിന് വരുന്നത്? അല്ലല്ലോ, അമ്മയാണ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതും ഓരോ കലഹത്തിന് തുടക്കമിടുന്നതും. ഞാനാണോടാ ഓരോന്നും വരുത്തി വെക്കുന്നത്? ഇപ്പോഴെന്തിനാ നിന്നെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയത്? അതിനു മുമ്പ് അച്ഛൻ തനിയെ പോയത് ആരെ കാണാനാ? എനിക്കറിയണ്ടേ? ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയ വേലക്കാരിയെ കാണാൻ അച്ഛനും മകനും ക്യൂ നിൽക്കുന്നതിൻ്റെ കാരണം ചോദിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? വൈജയന്തി പൊട്ടിത്തെറിച്ചു. അച്ഛന് അലീന ചേച്ചിയോട് ഒരു കടപ്പാടുണ്ട്, അതുകൊണ്ടാണ് കാണാൻ പോയത്. എന്ത് കടപ്പാട്? അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതും മാനസികമായും ശാരീരികമായും തളർന്നു പോയ അച്ഛന് വേണ്ടത്ര ധൈര്യവും പരിചരണവും കൊടുത്ത് ഇപ്പോഴത്തെ നിലയിലേക്ക് തിരികെ കൊണ്ടുവന്നതും അലീന ചേച്ചിയാണ്. അമ്മ ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും അച്ഛനോട് പിണങ്ങി വാടക വീട്ടിൽ പോയി താമസിച്ചപ്പോഴും ഈ കുടുംബം നോക്കിയത് അലീന ചേച്ചിയാണ്. എന്നെ ജയിലിൽ നിന്ന് കൈപിടിച്ചിറക്കിക്കൊണ്ട് വന്ന് എൻ്റെ തകർന്നു പോയ ജീവിതത്തെ വീണ്ടെടുത്ത് തന്നതും അലീന ചേച്ചിയാണ്. അമ്മയൊഴികെ ഈ വീട്ടിൽ ആർക്കും അലീന ചേച്ചിയെ മറക്കാൻ പറ്റില്ല. ഈ അച്ഛൻ അലീന ചേച്ചിയെ കാണാൻ പോയിട്ട് വന്നപ്പോൾ അമ്മ വഴക്കുണ്ടാക്കിയല്ലോ. അലീന ചേച്ചിയുടെ അഡ്രസ്സ് എവിടെയെന്നും ചോദിച്ച് ഞാനും അച്ഛനോട് ചോദിച്ചു അഡ്രസ്സ് എവിടെയെന്ന്. അച്ഛൻ എന്നെ അവിടേക്കാണ് കൊണ്ടുപോയി കാണിച്ചു തന്നു. എനിക്ക് തൃപ്തിയായി. ശരി, അവളുടെ അഡ്രസ്സ് താ, എനിക്കും അവളെ ഒന്ന് കാണണം. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയെല്ലാം സഹായം ചെയ്തവളല്ലേ? വേണ്ട, അമ്മ കാണണ്ട. അതെന്താ? ഞാൻ കണ്ട ആകാശം ഇടിഞ്ഞു വീഴുമോ? അമ്മയ്ക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കും, ആകാശം ഇടിഞ്ഞു വീഴുന്നതായിട്ട്. അതെന്തിനാ ഈ ഒളിച്ചുകളി? നിന്റെ അച്ഛന് കാണാം, നിനക്ക് കാണാം. എനിക്ക് അവിടെ പോയി അവളെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ബബിതയും കൃഷ്ണമോളെയും കൂട്ടിക്കൊണ്ടു അവർക്കും കാണണ്ടേ അവളെ? അതിന് സമയമാകട്ടെ, ഞാൻ തന്നെ അവരെ കൂട്ടിക്കൊണ്ടു പോകും. നീ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് വേറൊരു വർത്തമാനം പറഞ്ഞല്ലോ. കല്യാണത്തിന് മുമ്പ് അച്ഛന് രഹസ്യബന്ധമുണ്ടോ, അമ്മ പ്രസവിച്ചിട്ടുണ്ടോ എന്നൊന്നും നിശ്ചയമില്ലെന്ന്. അതെന്തുദ്ദേശിച്ചാ നീ അങ്ങനെ പറഞ്ഞത്? രോഹിത് അമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇല്ല, പതർച്ചയൊന്നുമില്ല കണ്ണിൽ. അമ്മ ചോദിച്ചതിന് മറുപടി പറഞ്ഞതാ. അതിനകത്ത് അമ്മയെ എന്തിനു പിടിച്ചിട്ടെന്നാണ് എൻ്റെ ചോദ്യം. നിനക്ക് അങ്ങനെയൊരു സംശയമുണ്ടോ? കല്യാണത്തിന് മുമ്പ് അമ്മ ഒന്ന് പ്രസവിച്ചതാണെന്ന് ചോദിക്കാനുള്ള അമ്മയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് ഒരു സംശയമില്ല അമ്മേ. പിന്നെ എന്തുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞത്? അമ്മ എന്തിനാ ആ വാക്കിൽ കയറി മുറുകെ പിടിച്ചിരിക്കുന്നത്? ഞാൻ ചോദിച്ചപ്പോൾ അമ്മയുടെ മനസ്സിലെവിടെയെങ്കിലും കൊണ്ടോ? വൈജയന്തി തെല്ലു പതറി മകൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ശരി, ഞാനത് വിട്ടു. നീ വേറൊന്നും കൂടി ചോദിച്ചല്ലോ. അമ്മ സത്യസന്ധയാണോ, കളങ്കമില്ലാത്തവളാണോ, ഒരു തെറ്റും ചെയ്തിട്ടില്ലേ, നെഞ്ചിൽ കൈവച്ച് പറയാമോ എന്നല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? അമ്മ അത്ര സത്യസന്ധതയും നിഷ്കളങ്കയും അല്ലെന്ന് അറിയാവുന്നത് കൊണ്ട്. എന്തറിയാം നിനക്ക്? വൈജയന്തി ഉദ്വിഗ്നനായി. അമ്മ കള്ളം പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. അമ്മ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതും എനിക്കറിയാം. അമ്മ അലീന ചേച്ചിയോട് ചെയ്തിട്ടുള്ള ദ്രോഹപ്രവർത്തികളും അറിയാം. അത്രയേ ഉള്ളൂ. അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെപ്പറ്റി? അമ്മ സംശയിക്കുന്നത് എന്താണെന്ന് രോഹിതിന് മനസ്സിലായി. അച്ഛൻ എന്ത് പറയാനാ അമ്മയെപ്പറ്റി? എന്താ അച്ഛനും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന എന്തെങ്കിലും രഹസ്യമുണ്ടോ? അച്ഛൻ്റെ മനസ്സിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പുറമേ കാണിക്കുന്നതായിരിക്കില്ലല്ലോ അകത്ത്. ശരിയാ, ഓരോരുത്തരുടെയും മനസ്സിനകത്ത് കയറി നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകുമായിരിക്കും. അമ്മയുടെ മനസ്സിലുണ്ടോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് മനസ്സില്ല പറയാൻ. അമ്മയെ ചോദ്യം ചെയ്യുന്ന മക്കൾ ഗതി പിടിക്കില്ലെന്ന് ഓർത്താ ഞാൻ ചോദ്യം ചെയ്യാൻ വന്നതാണോ? അമ്മയല്ലേ ഉറങ്ങാൻ കിടന്ന എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് CBI മോഡലുള്ള ഇൻക്വസ്റ്റ് നടത്തിയത്? വൈജയന്തി അല്പനേരം മിണ്ടാതെ നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ വാതിൽ തുറന്നു മുറിവിട്ടിറങ്ങി. നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ സ്വയം ചെയ്തിട്ടുണ്ടോ എന്ന് വല്ലപ്പോഴും ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാ, രോഹിത് കട്ടിലിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. വൈജയന്തി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആ വാതിലടച്ചേക്ക്, എനിക്കിനി എണീക്കാൻ വയ്യ. അതും പറഞ്ഞ് രോഹിത് ഒറ്റ കിടപ്പ് വെച്ചു കൊടുത്തു. ഏതാനും നിമിഷം അവനെ നോക്കിക്കൊണ്ട് വൈജയന്തി വാതിലടച്ചു. അവൾ ബാലചന്ദ്രമേനോന്റെ റൂമിലേക്ക് നോക്കി. അകത്ത് വെളിച്ചമില്ല, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. വൈജയന്തി സാവധാനം സ്റ്റെപ്പുകൾ ഇറങ്ങി പോയിക്കൊണ്ടിരുന്നു. മുൻപത്തേക്കാളും ഇന്ന് താൻ തനിച്ചാണെന്ന് അവൾക്ക് തോന്നി. കിടപ്പറയിലെ ഏകാന്തത ഒരു ദൃശ്യ ശത്രുവിനെ പോലെ ഓരോരോ അജ്ഞാത കോണുകളിൽ നിന്നുകൊണ്ട് തുറച്ചു നോക്കുന്നു. ഒരിക്കലും വിള്ളൽ വീഴാത്ത വിധം കുറ്റപ്പെടുത്തരുതെന്ന് കരുതിയിരുന്ന മനസ്സിൻ്റെ കോട്ട ദുർബലമായതുപോലെ ഒരു തോന്നൽ. രോഹിത്തിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം ചോർന്നു പോയിരിക്കുന്നു. അവൻ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അർത്ഥഗർഭമായിരുന്നോ അവൻ്റെ വാക്കുകൾ? അങ്ങനെയൊന്നുമില്ലെന്ന് സമാധാനിക്കാൻ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. ആഗ്രയിലെ തൻ്റെ ജീവിതത്തെപ്പറ്റി വ്യക്തമായി അറിയാവുന്ന ചുരുക്കം ചിലർക്കു മാത്രമാണ്. കൊല്ലപ്പള്ളിയിൽ ശിവേട്ടനും അമ്മയ്ക്കും മാത്രമേ അറിയൂ. ആഗ്രയിൽ വെച്ച് ഏതോ ഒരാളുമായി മകൾക്ക് പ്രേമബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമേ അമ്മയ്ക്കറിയൂ. ശിവേട്ടന് പക്ഷേ എല്ലാം അറിയാം. അച്ഛനും അറിയാമായിരുന്നു. പക്ഷെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല.
നീലഗിരിയിലെ ഗംഗേട്ടനും മാലതി ചേച്ചിക്കും എല്ലാം അറിയാമായിരുന്നു. പിന്നെ തിരുവനന്തപുരത്തെ രാവുണ്ണിയമ്മാവനും കുടുംബത്തിനും. അതിൽ രാവുണ്ണിയമ്മാവനും രാധമ്മായും മരിച്ചുപോയി. ശിവേട്ടനിൽ നിന്നോ ഗംഗേട്ടനിൽ നിന്നോ മാലതി ചേച്ചിയിൽ നിന്നോ വിവരങ്ങൾ ചോരാൻ ഒരു സാധ്യതയുമില്ല. എല്ലാം സംഭവിച്ചിട്ട് 24 വർഷം കടന്നു പോയിരിക്കുന്നു. സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നില്ലേ? ആ വഴിക്ക് താൻ ചിന്തിച്ചതേയില്ല. പുനലൂരാണ് സ്റ്റാൻലിയുടെ വീടെന്നറിയാം. അവിടെ നിന്നുള്ള ആരെങ്കിലും യാദൃശ്ചികമായി ബാലേട്ടനെ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ജ്വല്ലറീസ് ടെക്സ്റ്റൈൽസ് ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ട് ബാലേട്ടൻ നിത്യവും ധാരാളം പേരെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യേണ്ടി വരാറുണ്ട്. സ്റ്റാൻലിയുടെ തറവാട്ടിൽപ്പെട്ട ആരെങ്കിലുമായി അങ്ങനെ പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ടോ ബാലേട്ടന്? താനും സ്റ്റാൻലിയുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ആ വഴിയിലൂടെ എന്തെങ്കിലും സൂചന കിട്ടിക്കാണുമോ? അതേപ്പറ്റി ചിന്തിക്കുന്തോറും വൈജയന്തിയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. സ്റ്റാൻലി ഇപ്പോൾ എവിടെയുണ്ടെന്ന് പോലും അറിയില്ല. 24 വർഷങ്ങൾക്ക് മുമ്പ് അറ്റുപോയ ബന്ധമാണത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ഇടവരലേ എന്നായിരുന്നു പ്രാർത്ഥന. അത്രത്തോളം വെറുത്തുപോയി. ഓർമ്മയിലേക്ക് ഒരിക്കലും കടന്നു വരാത്ത വിധം വെറുപ്പിൻ്റെയും മഷിക്കറുപ്പ് കോരിയൊഴിച്ച് ആ മുഖം നശിപ്പിച്ചു കളഞ്ഞിരുന്നു. എന്തെന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം വഞ്ചനയുടെയും ക്രൂരതയുടെയും ചതിയുടെയും മുഖമാണത്. സ്റ്റാൻലിയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ആഗ്രയിലെ സഞ്ജയ് പ്ലേസിലുള്ള വാടക വീട്ടിൽ കാത്തുകിടന്ന നാളുകൾ വൈജയന്തി ഓർത്തു. 10 ദിവസമെന്ന് പറഞ്ഞിട്ട് പോയയാൾ ഇന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വൈജയന്തി മറ്റൊരാളായിരുന്നുവെന്ന് തോന്നുകയാണ്. സ്നേഹത്താൽ വിമോഹിതയാക്കപ്പെട്ടവൾ, സ്നേഹിക്കുന്നയാളിനെ കണ്ണുമടച്ച് വിശ്വസിച്ചവൾ, സ്റ്റാൻലിയുമൊത്തുള്ള ജീവിതം സങ്കല്പിച്ച് അതിലേക്ക് കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ട് വെളിച്ചം വരുന്ന ജനലിനരികെ അയാളുടെ ആഗമനവും കാത്തിരുന്ന നിസ്സഹായായ പെൺകുട്ടി. പക്ഷേ 11-ാം ദിവസം വാടക വീടിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചത് സ്റ്റാൻലി ആയിരുന്നില്ല. ഇന്നും അതേപ്പറ്റി ഓർക്കുമ്പോൾ ഉള്ളു നടുങ്ങുന്നുണ്ട്. ഗംഗേട്ടനും ശിവേട്ടനും തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നു. തൻ്റെ വീർത്തുന്തിയ വയർ അവരുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയായിരുന്നു. അതിനാൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. ഉടൻ വാടക വീട് വിട്ട് ഇറങ്ങാനായിരുന്നു ഗംഗേട്ടൻ്റെ കൽപ്പന. സ്റ്റാൻലി തിരിച്ചു വരാതെ താൻ ഒരു ഇഞ്ച് പോലും നീങ്ങില്ലെന്ന് ശഠിച്ചു. കൊന്നാലും കൂടെ വരില്ല. ഒരു ജീവിതമുണ്ടെങ്കിൽ അത് സ്റ്റാൻലിയോടൊപ്പമേ ഉള്ളൂ. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. തൻ്റെ സമ്മതമില്ലാതെ തന്നെ കൊണ്ടുപോവുക അസാധ്യമാണെന്ന് ഗംഗേട്ടനും ശിവേട്ടനും മനസ്സിലായി. പക്ഷേ സ്റ്റാൻലി എവിടെ? ഒരടയാളവുമില്ല. ഫോൺ കോളുകളില്ല. 3 ദിവസം കൂടി കാത്തു. ഗംഗേട്ടനും ശിവേട്ടനും ഹോട്ടൽ മുറിയിലാണ് താമസിച്ചത്. പൂർണ്ണ ഗർഭിണിയായ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഇവിടെ കഴിയണ്ട, നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് ഗംഗേട്ടൻ നിർദ്ദേശിച്ചത്. നേരെ പുനലൂരിലേക്ക് പോകണമെന്നും സ്റ്റാൻലിയെ കാണണമെന്നും ഞാൻ വാശി പിടിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് ഗംഗേട്ടനും ശിവേട്ടനും സമ്മതിക്കുകയും ചെയ്തു. സ്റ്റാൻലി തിരിച്ചെത്തിയത് ഉടൻ പുനലൂരിലേക്ക് വരാൻ വാടക വീടിൻ്റെ ഉടമസ്ഥ പറഞ്ഞ് ഏൽപ്പിച്ച ശേഷം ഗംഗേട്ടനും ശിവേട്ടനുമൊത്ത് താൻ നാട്ടിലേക്ക് മടങ്ങി. തിരുവനന്തപുരത്തിനും ശാസ്തമംഗലത്തിനും ഇടപ്പഴിഞ്ഞിക്കുമിടയ്ക്ക് താമസിച്ചിരുന്ന രാവുണ്ണിയമ്മാവൻ്റെ വീട്ടിലേക്കായിരുന്നു ഗംഗേട്ടനും ശിവേട്ടനും എന്നെ എത്തിച്ചത്. രാവുണ്ണിയമ്മാവൻ അന്ന് തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് DYSP-യാണ്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നാൽ നാട്ടുകാർ മൂക്കത്ത് വിരൽ വെക്കുമെന്നും സ്റ്റാൻലിയുമായുള്ള വിവാഹം നടത്തിയ ശേഷം മാത്രം കൊല്ലപ്പള്ളിക്ക് പോയാൽ മതിയെന്നും ശിവേട്ടനും ഗംഗേട്ടനും കൂടി പറഞ്ഞപ്പോൾ അതിൽ അസ്വാഭാവികത ഒന്നും തോന്നിയില്ല. അത് ന്യായമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. രാവുണ്ണിയമ്മാവൻ്റെ വീട്ടിലെത്തിയ 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു ചേർന്നു. അച്ഛൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ക്ഷമയാചിച്ച് ഓർത്തപ്പോൾ ഇപ്പോൾ കൂടിയും വൈജയന്തിയുടെ കണ്ണിൽ നനവൂറി. സ്റ്റാൻലിയോടൊപ്പം ജീവിക്കാൻ വേണ്ടി താൻ ആരെല്ലാമാണ് അപമാനിച്ചത്? ആരുടെയെല്ലാം മുഖത്താണ് കരിവാരി തേച്ചത്? അങ്ങനെയൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായത്? എന്തൊരു കൊടിയ അനീതിയായിരുന്നു താൻ തൻ്റെ കുടുംബത്തോട് ചെയ്തത്. എന്നിട്ടും അച്ഛൻ തന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. സ്റ്റാൻലിയുമൊത്തുള്ള ആ ജീവിതം മാത്രം മതിയെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ അച്ഛൻ അതും അംഗീകരിച്ചു. സ്റ്റാൻലിയുടെ വീട്ടുകാരുമായി സംസാരിക്കാൻ ശിവേട്ടനോടും ഗംഗേട്ടനുമൊപ്പം അച്ഛനും രാവുണ്ണിയമ്മാവനും പോയി. താനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞെങ്കിലും ഗർഭിണിയായ മകളെയും കൊണ്ട് വില പേശാനെത്തിയ സ്റ്റാൻലിയുടെ വീട്ടുകാർ പറയാനിടയാകരുതെന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ വിലക്കി. പുനലൂരിലേക്ക് സ്റ്റാൻലിയെ കാണാൻ പോയവർ തിരിച്ചെത്തിയതിന് വല്ലാത്ത വാർത്തയും കൊണ്ടായിരുന്നില്ല. സ്റ്റാൻലിയും താനും തമ്മിലുള്ള വിവാഹത്തിന് സ്റ്റാൻലിയുടെ വീട്ടുകാർക്ക് കൊടുത്ത എതിർപ്പാണ്. അച്ഛനെയും ശിവേട്ടനെയും ഗംഗേട്ടനെയും രാവുണ്ണിയമ്മാവനെയും അവർ അപമാനിച്ചാണ് തിരിച്ചയച്ചത്. അവർ സ്റ്റാൻലിക്ക് വേണ്ടി മറ്റൊരു വിവാഹ നിശ്ചയം നടത്തിയിരിക്കുകയാണ്. ഇത്രയും കേട്ടപ്പോഴേ സ്റ്റാൻലിയെ കാണണമെന്ന് താൻ വാശി പിടിച്ചു. താൻ പറയുന്നത് സ്റ്റാൻലി കേൾക്കൂ. വീട്ടുകാരൊന്നും സ്റ്റാൻലിക്ക് ഒരു തടസ്സമേ അല്ല. അവരുടെ സമ്മതമില്ലാതെ സ്റ്റാൻലി തൻ്റെ കൂടെ നിൽക്കൂ. താൻ എത്രയോ അടുത്തറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടുമുള്ള ഹൃദയസംഗമമായ സ്നേഹമാണിത്. സ്റ്റാൻലി 4-5 ദിവസത്തിനുള്ളിൽ തന്നെ കാണാൻ എത്തുമെന്നും അതിനകം വീട്ടുകാരുടെ മനസ്സ് മാറാൻ
ഒരു ശ്രമം കൂടി നടത്തി നോക്കാമെന്നും പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് ഗംഗേട്ടൻ പറഞ്ഞപ്പോൾ ആശ്വാസമായി. ഒരാഴ്ചയോളം സ്റ്റാൻലി കാത്തിരുന്നു. സ്റ്റാൻലി വന്നില്ല. ഇതിനിടയിൽ ഗംഗേട്ടൻ ഡൽഹിയിലേക്ക് തിരിച്ചുപോയി. രാവണിയമ്മാവനും അച്ഛനും കൂടി വീണ്ടും പുനലൂർക്ക് പോയി. ഞെട്ടിക്കുന്ന വിവരവുമായിട്ടാണ് അവർ മടങ്ങി വന്നത്. ഇടവക പള്ളിയിൽ വെച്ച് സ്റ്റാൻലിയും മറ്റൊരു പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞിരുന്നു. പക്ഷേ താനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. സ്റ്റാൻലി നേരിട്ട് കാണണം, സംസാരിക്കണം. അനുഭവിച്ച ഹൃദയവേദന, കൊടുംഭീതികൾ, നൈരാശ്യം. ഡേറ്റ് അനുസരിച്ച് പ്രസവത്തിന് 9 ദിവസം കൂടി ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ അന്നു രാത്രി തന്നെ പെയിൻ തുടങ്ങി. അച്ഛനും ശിവേട്ടനും രാവണിയമ്മാവനും കൂടി തന്നെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഓർമ്മയുണ്ട്. പിന്നെയുള്ളതെല്ലാം മായക്കാഴ്ചകളാണ്. കാറിനുള്ളിൽ കിടന്ന് താൻ നിലവിളിക്കുന്നു. ഒരു സ്ട്രക്ചറിൽ കിടത്തി ഡെഡ് ബോഡി പോലെ ആരോ തന്നെ ഇരുണ്ട കോറിഡോറിലൂടെ തള്ളി നീക്കുന്നു. ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നു. അബോധാവസ്ഥയിൽ എത്ര ദിവസം കിടന്നുവെന്ന് പോലും അറിയില്ല. ഉണരുമ്പോൾ ആശുപത്രി ചുമരുകളായിരുന്നു ചുറ്റിലും. തനിക്ക് എന്തു സംഭവിച്ചു? എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ എത്തിയിട്ട്? അച്ഛനും ശിവേട്ടനും എവിടെ? ഒന്നും അറിയില്ല. വയർ ചുരുങ്ങിയിരിക്കുന്നു. പ്രസവം കഴിഞ്ഞു പോവും. തൻ്റെ കുഞ്ഞെവിടെ? ഒരു നേഴ്സ് ബെഡിനോടടുത്ത് വന്നപ്പോൾ താൻ ചോദിച്ചത് ഓർക്കുന്നു. എൻ്റെ പ്രസവം കഴിഞ്ഞോ? നേഴ്സ് സഹതാപത്തോടെ ഒന്ന് നോക്കി. ആ സ്ത്രീയുടെ വാക്കുകൾ ദുർവിധിയുടെ പുസ്തകത്തിലെ ദുരന്താക്ഷരങ്ങളായി പുള്ളിക്കരിഞ്ഞു കിടപ്പുണ്ട് ഇപ്പോഴും മനസ്സിൽ. രണ്ടിലൊരാളുടെ എങ്കിലും ജീവൻ രക്ഷിക്കുകയല്ലാതെ നിവൃത്തിയില്ലായിരുന്ന ഘട്ടം വന്നപ്പോൾ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. രണ്ടിലൊരാളുടെ ജീവൻ. വിദൂര ചക്രവാളങ്ങളിൽ ഇടിമിന്നലേറ്റതുപോലെ അത് ആദ്യം അവ്യക്തമായിരുന്നു. പിന്നെ ഇടിമുഴക്കം കാതുകളെ നടുക്കി. താൻ ജീവിച്ചിരിക്കുന്നു. അതിനർത്ഥം തൻ്റെ കുഞ്ഞ് ജീവനോടെ ഇല്ല എന്നാണോ? ഡോക്ടറാണ് അത് സ്ഥിരീകരിച്ചത്. ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ എല്ലാം പരിശ്രമിച്ചു. ഒടുവിൽ പേഷ്യൻറ്റിൻ്റെ ജീവനെങ്കിലും രക്ഷിക്കുക മാത്രമേ അസാധ്യമായിരുന്നുള്ളൂ. അതോടെ തീർച്ചയായി തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല. ഒഴിഞ്ഞ വയറുമേൽ കൈവച്ചുകൊണ്ട് മരവിച്ചതുപോലെ കുറേ നേരം കിടന്നു. താൻ മാത്രം എന്തിന് ജീവിച്ചിരിക്കുന്നു? പിന്നീട് എപ്പോഴോ ശിവേട്ടൻ ബെഡിനരികെ വന്നിരുന്ന് ആശ്വസിപ്പിച്ചത് ഓർമ്മയുണ്ട്. ഇതായിരുന്നു വിധി. അങ്ങനെ സമാധാനിക്കുകയല്ലാതെ എന്തു ചെയ്യും നമ്മൾ? ഞങ്ങൾക്കെല്ലാം നിന്റെ ജീവനായിരുന്നു വലുത്. അത് തിരിച്ചു കിട്ടിയല്ലോ. എവിടെ എൻ്റെ കുഞ്ഞ്? സ്റ്റാൻലി ചോദിക്കുമ്പോൾ താൻ എന്തുത്തരം പറയും? ഒരു കുരുന്ന ജീവനും ഉദരത്തിൽ വഹിച്ച് നിറവയറോട് വന്ന താൻ വെറും കൈയോടെ മടങ്ങേണ്ടി വരുമല്ലോ. സോണലി എന്ന മറാത്തി പെണ്ണ് പ്രവചിച്ചതുപോലെ, സ്റ്റാൻലി മനസ്സാ കൊതിച്ചതുപോലെ അതൊരു പെൺകുഞ്ഞു തന്നെയായിരുന്നു. നേഴ്സിനോടാണ് ചോദിച്ചത്. അനുകമ്പയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ സമ്മതിച്ചു തലയാട്ടി. അതൊരു പെൺകുഞ്ഞു തന്നെയായിരുന്നു. അപ്പോഴാണ് അണമുറിഞ്ഞ പോലെ കരച്ചിൽ പൊട്ടിയത്. സ്റ്റാൻലിയെ ഒന്ന് കാണണം, സങ്കടം പറഞ്ഞ് ആ നെഞ്ചിൽ വീണ് കരയണം. ഇനി അതേയുള്ളൊരാശ്വാസം. തൻ്റെ അപേക്ഷയെ മാനിച്ച് അച്ഛനും രാവണിയമ്മാവനും ചേർന്ന് ഒരിക്കൽ കൂടി പുനലൂർക്ക് പോയി. തിരിച്ചു വന്നതും ഹൃദയം തറക്കുന്ന വാർത്തയോടെയാണ്. സ്റ്റാൻലിയുടെ വിവാഹമാണ്. ക്ഷണക്കത്തിനുള്ളിൽ അടക്കം ചെയ്ത സ്വർണ്ണലിപികളിൽ ആലേഖനം ചെയ്ത വെഡ്ഡിംഗ് കാർഡ് കൂടി കാണിച്ചുകൊണ്ട് രാവണിയമ്മാവൻ പറഞ്ഞു. സ്റ്റാൻലിയുടെ വീട്ടുകാരുമായി സംസാരിക്കാൻ ചെന്നപ്പോൾ അവർ ഒന്നും മിണ്ടാതെ ക്ഷണക്കത്ത് എടുത്തു തന്നു. കല്യാണത്തിന് ഇനി 4 ദിവസം മാത്രം. സ്റ്റാൻലിയെ കണ്ട് ഒരു വാക്ക് സംസാരിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ അകത്തുനിന്ന് അയാൾ ഇറങ്ങി വന്നു. ഒരു പെണ്ണിനെ മോഹിപ്പിച്ച് വിശ്വസിപ്പിച്ച് കൂടെ താമസിപ്പിച്ച് അവളെ ഗർഭിണിയാക്കിയിട്ട് ഈ കാണിക്കുന്നത് ചെറ്റത്തരമല്ലേടോ എന്ന് ഞങ്ങൾ മുഖത്ത് നോക്കി ചോദിച്ചു. അവൻ്റെ മറുപടി എന്തായിരുന്നുവെന്ന് നിനക്ക് കേൾക്കണോ? സോറി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷെ സംഭവിച്ചു പോയി. എനിക്ക് ദുഃഖമുണ്ട്. നിന്റെ അച്ഛൻ അവനോട് പറഞ്ഞിട്ടാണ് പോന്നത്. ഇങ്ങനെയൊരു ചതി എൻ്റെ മോളോട് വേണ്ടായിരുന്നു. നീ ഇതിൻ്റെ ഫലം അനുഭവിക്കും. പിന്നെ ഞങ്ങളിൽ ഇവിടെ നിന്നില്ല. അകാലത്തിൽ പെയ്ത പേമാരിയിൽ നനഞ്ഞു വിറച്ച് കൊടുങ്കാറ്റിൽ ഉലഞ്ഞ് ഇടിമിന്നലിൽ കരിഞ്ഞ് അങ്ങനെ കടന്നുപോയ ദിവസങ്ങളോളം. രാവണിയമ്മാവൻ്റെ ഇടപ്പഴിഞ്ഞിയിലെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മനസ്സ് ചത്തിരുന്നു. 2 മാസത്തോളം അവിടെ താമസിച്ചു. പ്രസവ സംബന്ധമായ ശാരീരികാസ്വസ്ഥതകൾ ശമിച്ചതോടെ ഗംഗേട്ടൻ വന്നു തന്നെ ഡൽഹിക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡൽഹിയിൽ ആകെ പൂരത്തിനുള്ള ആർമി ഹെഡ് ക്വാർട്ടേഴ്സിലെ ഒരു ക്വാർട്ടേഴ്സിൽ 4 ചുവരുകൾക്കുള്ളിൽ 1 വർഷം. ആശകളില്ല, നിരാശകളില്ല, പ്രതീക്ഷയില്ല, ദുഃഖങ്ങളുമില്ല. ശൂന്യമായി പോയ മനസ്സ്. ഒരു മരപ്പാവ ആരുടെയോ നിർദ്ദേശങ്ങളനുസരിച്ചു ചലിക്കുന്നു, ഭക്ഷിക്കുന്നു, ഉറങ്ങുന്നു. തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഗംഗേട്ടനും മാലതി ചേച്ചിയും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. 1 വർഷത്തിനു ശേഷം അച്ഛൻ വന്നു കൊല്ലപ്പള്ളിയിലേക്ക് പോന്നതുവരെ. ഒരു കണക്കിന് അച്ഛൻ ഏട്ടന്മാരെയും സ്തുതിക്കണം. പിഴച്ചുപോയ ഈ പാഴ്ജന്മത്തെ അവർ തള്ളിക്കളഞ്ഞില്ലല്ലോ. തനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പിടിവള്ളി ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് അച്ഛൻ വലിയ തുക കോഴ കൊടുത്തിട്ടാണെങ്കിലും കോളേജ് അധ്യാപികയായി നിയമനം വാങ്ങിത്തന്നത്.
അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഇതു മതി, ശേഷിച്ച കാലം ഈ ജോലിയുമായി ജീവിച്ചു കൊള്ളാം. വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു. താൻ എല്ലാം തള്ളിക്കളയുന്നത് കൊണ്ട് അച്ഛനും അമ്മയും വേദനിച്ചു. മോളെ, നിനക്കൊരു ജീവിതം വേണ്ടേ? വേണ്ട വേണ്ടച്ചാ, ഞാനിങ്ങനെ കഴിഞ്ഞോളാം. എന്നെ നിർബന്ധിക്കരുത്. ഇനിയൊരു വിവാഹമോ? പുരുഷനെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം സ്റ്റാലിയുടെ മുഖമാണ് മനസ്സിൽ. മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ട് ചതിച്ചവൻ, നിസ്സഹായതയുടെ പടുകുഴിയിൽ തള്ളിയിട്ട് കടന്നു കളഞ്ഞ നയനവഞ്ചകൻ. ആ ഉണ്ടക്കണ്ണുകളിൽ കണ്ടത് കുസൃതിയായിരുന്നില്ല, ക്രൂരത. ആ പരുക്കൻ ശബ്ദത്തിൽ തുടിച്ചത് സ്നേഹമായിരുന്നില്ല, കുൽസിത ബുദ്ധി. ഇനിയൊരു പുരുഷൻ വേണ്ട എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ കഴിയുമ്പോഴാണ് ബാലചന്ദ്രമേനോൻ്റെ ആലോചന വരുന്നത്. ആളിനെ പണ്ട് മുതലേ അറിയാം. അച്ഛൻ്റെ ആശ്രിതൻ്റെ മകനായിരുന്നു. പണ്ടൊരിക്കൽ തനിക്ക് പ്രേമലേഖനം തന്നിട്ടുണ്ട്. അച്ഛൻ അന്ന് വിളിച്ചു വരുത്തി ചികിട്ടത്തടിച്ച് അന്ന് കുറേ വിഷമം തോന്നിയിരുന്നു. ഇപ്പോൾ ഗൾഫിൽ പോയി പുതുപ്പണക്കാരനായി വന്നിരിക്കുകയാണ്. വേണ്ട എന്ന് പറഞ്ഞ് 100 ആവർത്തിച്ച് പറഞ്ഞു. അച്ഛനോടും അമ്മയോടും ശിവേട്ടനോടും. ഒടുവിൽ അവർ ഗംഗേട്ടനെ വിളിച്ചു വരുത്തി. ഗംഗേട്ടൻ വന്നു മനസ്സ് വിഷമിച്ചു സംസാരിച്ചു. ഇത്രയും കാലം ഞങ്ങൾ നിന്നോട് ക്ഷമിക്കുകയായിരുന്നു. പക്ഷെ അത് തിരിച്ചറിയാൻ നിനക്ക് കണ്ണില്ല. ആരോടും പറയാതെ നീ നിന്റെ തന്നിഷ്ടത്തിന് ഒരുത്തിൻ്റെ കൂടെ പോയി ജീവിച്ചു. ഗർഭിണിയായി. അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പുകളെയും ഒന്നും നീ ഓർത്തില്ല. നിന്നെ സ്നേഹിച്ചവരെയെല്ലാം നീ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു. വിവാഹം കഴിക്കാതെ പ്രസവിച്ചവളാണ് നീ. അച്ഛനെ എന്തുമാത്രം വേദനിപ്പിച്ചെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ടും അച്ഛൻ നിനക്ക് സന്തോഷമാകട്ടെ എന്ന് കരുതി ഒരു ജോലി പോലും നേടിത്തന്നു. നിനക്ക് വേണ്ടി അച്ഛൻ എന്തെല്ലാം ചെയ്തു. മറിച്ച് നീ അച്ഛന് വേണ്ടി എന്തു ചെയ്തു? ഒന്നുമില്ല. നിനക്കെപ്പോഴും നിന്റെ തന്നിഷ്ടമാണ് വലുത്. മറ്റുള്ളവരുടെ വേദനയും വിഷമവും കാണാൻ നിനക്ക് കണ്ണില്ല. അച്ഛനോടും അമ്മയോടും കൂടപ്പറപ്പുകളോടും കുടുംബത്തോടും ഒരല്പമെങ്കിലും കൂറും നിന്നേയും സ്നേഹവുമുണ്ടെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ബാലചന്ദ്രനെ നമുക്കെല്ലാം അറിയാം. കുഴപ്പക്കാരനല്ല. അച്ഛൻ്റെ ആശ്രിതനായിരുന്ന ബാലചന്ദ്രൻ്റെ കുടുംബക്കാർ വളരെ അകന്നൊരു ബന്ധുവും അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛനെ ഓർത്തെങ്കിലും നീ ഇതിന് സമ്മതിക്കണം. നാനാഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം താങ്ങാനായില്ല. ഒടുവിൽ സമ്മതം മൂളി. നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. കതിർമണ്ഡപം ഒരു അറവുശാലയാണെന്ന് തോന്നിയിരുന്നു. അവിടെ ഒരു ബലിമൃഗത്തെ പോലെ താൻ കഴുത്തു കാട്ടിക്കൊടുത്തു. ബാലേട്ടന് താലി കെട്ടാൻ ഒരു നിസ്സംഗത മാത്രമേ മനസ്സിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ആദ്യ രാത്രിയിൽ അഴകിയ രാവണനെ പോലെ മണിയറയിലേക്ക് കടന്നു വന്നയാളെ കണ്ടപ്പോൾ ആദ്യം തോന്നിയ വികാരവും അമർഷവും പുച്ഛവുമായിരുന്നു വൈജയന്തി ഓർത്തു.